അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ടാസ്ക് തുടങ്ങി. ആദിലയും നൂറയും വെറുപ്പീരെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുപ്പീരിൻ്റെ അങ്ങേയറ്റമാണ്. ആദിലയുടെ കൂടെ ചേർന്നിട്ട് നൂറയും കൂടെ സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെ ഒരു വെറുപ്പ് പിടിച്ചു പറ്റിക്കൊണ്ടാണ് ഇപ്പം പോകുന്നത്. നൂറ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഈ ആദിലയുടെ കൂടെ ഇപ്പം കൂടിയിട്ട് ആദിലയ്ക്ക് കിട്ടുന്ന അതേ വെറുപ്പ് തന്നെയാണ് ഇപ്പം നൂറയ്ക്കും കൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നൂറ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ലൈവിൽ അനാവശ്യമായിട്ട് അനീഷിൻ്റെ അടുത്ത് ചെന്ന് ട്രിഗർ ചെയ്ത് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാണ് ഇപ്പം ആദില ചെയ്തിട്ടുള്ളത്. ഒരു 3 ബോട്ടിലുമായിട്ട് അനീഷിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പം ഡീൽ ഉറപ്പിക്കാമെന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾ ബോട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീൽ ഉറപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബോട്ടിൽ കാണിക്കുന്നില്ല. അപ്പം മനഃപൂർവ്വം അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കി അനീഷിനെ ഈ ഒരു ടാസ്കിൽ നിന്ന് മാറ്റി നിർത്തണം. അതാണ് ഇവിടെ ആദില പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നൂറയുണ്ട്, ആദിലയുണ്ട്. അപ്പോൾ ഇതൊരു സ്ട്രാറ്റജി, ഇത് ഗെയിമിൻ്റെ ഒരു പ്ലാനിങ് ആണെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരുടെ പോയി ഇതുപോലെ ചെയ്യണമല്ലോ. ഷാനവാസിൻ്റെ അടുത്ത് ചെയ്യണം, അതുപോലെ ആര്യൻ്റെ അടുത്ത് ചെയ്യണം. അപ്പോൾ അവരോടൊന്നും ചെയ്യാതെ അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അനീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ട്രിഗർ ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓപ്പൺ നോമിനേഷനിൽ അനീഷ് നോമിനേറ്റ് ചെയ്തത് മുതൽ ആദിലയ്ക്ക് ചൊറിഞ്ഞ് നടക്കുവാണ്. അനീഷിനെ കാണുമ്പോൾ എല്ലാം ഭയങ്കര ചൊറിയാണ്. ഇപ്പം രാവിലെ തൊട്ടേ അനീഷിനോട് ചൊറിയാണ്. അനീഷ് പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. പാത്രം കഴുകാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതുപോലെ ഉച്ചയ്ക്ക് കഴുകേണ്ട പാത്രങ്ങൾ രാവിലെ കഴുകുന്നു. അതൊക്കെ നമ്മൾ ലൈവിനകത്ത് കണ്ടതാണ്. അപ്പം രാവിലെ തൊട്ടേ ഇതുപോലെയുള്ള മോശവാക്കുകളൊക്കെ ഉപയോഗിച്ച് ഇപ്പം ഇവർ പ്ലാൻ ചെയ്തിട്ട് ടാസ്ക് തുടങ്ങിയിട്ട് അനീഷിൻ്റെ ടാസ്കും അനീഷിൻ്റെ ഇതൊക്കെ കുളമാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിരുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ബോട്ടിൽ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീൽ ചെയ്യാം. ശരിയാണ്, ബോട്ടിൽ നോക്കി അത് ബോട്ടിലിൻ്റെ ക്വാളിറ്റിയും അതുപോലെ ബോട്ടിലിൻ്റെ വൃത്തിയും എല്ലാം നോക്കിയിട്ടല്ലേ അത് ഡീൽ ഉറപ്പിക്കാൻ പറ്റുമോ. അപ്പം ഈ ബോട്ടിൽ കാണിക്കാൻ പറയുമ്പോഴത്തേക്ക് ഇവർ കാണിക്കുന്നില്ല. അപ്പം അവിടെ അതിൻ്റെ മണ്ട കയറി ഇരിക്കുന്നു. മറ്റേ ആ വണ്ടിയിൽ ഉന്തുവണ്ടി പോലെ ഇരിക്കുന്ന അതിൻ്റെ മണ്ട കയറി ഇരിക്കുന്നു. അവിടെ ഇരിക്കുന്ന ബോട്ടിലൊക്കെ തട്ടിക്കളയുന്നു. അപ്പോൾ അനീഷ് അവിടെ നിന്ന് വെള്ളം കോരി അവിടെ നിന്ന് കറണ്ടിക്കകത്ത് ജ്യൂസ് എടുത്തിട്ട് ഇവരെ തലയിൽ കൂടെ കോരി ഒഴിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ടാസ്ക് കുളവാക്കി കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നോക്കുന്നത്. ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുളവാക്കാൻ വേണ്ടിയിട്ടല്ല, അത് മനോഹരമായിട്ട് ലാലട്ടം വരുന്ന എപ്പിസോഡെല്ലാം പറയുന്നതാണ്. നിങ്ങൾ ഗെയിം കളിക്കുമോ, അത് ടാസ്ക് നിങ്ങൾക്ക് തരുന്ന ടാസ്ക് മനോഹരമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്, അത് കുളവാക്കാനല്ല. പക്ഷെ ഇവർ വ്യക്തി വൈരാഗ്യം കൊണ്ട്, അനീഷിനോടുള്ളൊരു വൈരാഗ്യം കൊണ്ടിട്ട് അവിടെ അത് കുളവാക്കാനാണ് നോക്കിയത്. എന്നിട്ട് ഈ ആദില എന്താ ചെയ്യുന്നറിയോ, ബിഗ് ബോസ് നല്ലൊരു പണി തന്നെ കൊടുത്തു. ഈ ആദില ആര്യൻ്റെ ജ്യൂസ് എടുത്തുകൊണ്ട് പോയിട്ട് ജയിലിൽ കിടക്കുന്ന നെവിന് കൊണ്ട് കൊടുക്കുന്നത് നോക്കിക്കോണം കാണിക്കുന്ന വേലകൾ. ഒരു ടാസ്ക് കളിക്കാനാണോ ഈ പുള്ളിക്കാരി അവിടെ വന്നിട്ടുള്ളത്? വെറും വെറുപ്പീരെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ വെറുപ്പീരാണ് ഇപ്പം ഈ ആദില വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നെവിന് ആ ജ്യൂസ് എടുത്ത് കൊടുത്ത് നെവിനെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അവിടെ നിന്ന് അനൗൺസ്മെന്റ് ചെയ്ത് പറയുന്നുണ്ട്, ആദില നിങ്ങളുടെ ആരാണ് ഈ ജ്യൂസ് എടുത്ത് നെവിന് കൊണ്ട് കൊടുക്കാൻ അധികാരം തന്നേന്ന് ബിഗ് ബോസ് അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്തായാലും നല്ല രീതിയിൽ ആദിലേക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം വളരെ മോശമാണ്. ഒരാളൊരു പേഴ്സണൽ വൈരാഗ്യം വെച്ചിട്ട്, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ രാവിലെ തൊട്ടേ അനീഷിന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള ഓരോ വേർഡ്സുകൾ ഉപയോഗിച്ച് രാവിലെ മോശവാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. വീട്ടിൽ പോയി വിളിച്ചാൽ മതി, വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇത് ബിഗ് ബോസ് ആണ്, ഇവിടെ നിങ്ങളെ കളിയൊന്നും നടക്കത്തില്ല. അതുപോലെ അനുമോളെയൊക്കെ ചേർത്തിട്ട് അനുമോക്ക് കാണുമ്പോൾ എല്ലാം പറയും, അനുമോക്ക് കൊണ്ട് മേക്കപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ അനുമോളെ കാണുമ്പോഴും ഇത് തന്നെയാണ് ഈ ആദില ചെയ്യുന്നത്. രാവിലെ ലൈവിനകത്ത് ഞാൻ കണ്ടതാണ്. ഇപ്പോൾ കുലസ്ത്രീ വരുന്നുണ്ട്, കുലസ്ത്രീ കുളിച്ചിട്ട് ഇറങ്ങി പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെറുപ്പീരെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റത്തെ വെറുപ്പീര്. എനിക്ക് തോന്നുന്നു മനസ്സിൽ ഇങ്ങനെയല്ല, പക ഇങ്ങനെ കൊണ്ട് നടന്നില്ല. എനിക്കൊന്നുമില്ല, പാമ്പിനെ കാലം കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ എത്ര ഭേദമാണ് പാമ്പെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഈ ആദിലെ നൂറേക്ക് ആദ്യം ഇഷ്ടമായിരുന്നു. കാരണം ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു 2 കണ്ടസ്റ്റൻസ് ആയിരുന്നു. പിന്നെ ഇവർ ഒരുമിച്ച് ഗെയിമൊക്കെ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആദ്യം ഇവർ ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നല്ലോ. പിന്നെ ബിഗ് ബോസ് തന്നെ പറഞ്ഞു, നിങ്ങൾ 2 പ്ലെയറാണ്, ഇൻഡിവിജ്വലായിട്ട് കളിച്ചു, നിങ്ങൾ രണ്ട് പ്ലെയറാന്ന് പറഞ്ഞു. എന്നിട്ടും ഇവരെന്താ ചെയ്യുന്നത്, ഇവർ ഒരുമിച്ചാണ് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ കളിക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതെങ്ങനെ ശരിയാവും? 2 പേരാണെങ്കിൽ 2 പേരും ഇൻഡിവിജ്വലായിട്ട് കളിക്കണ്ടേ? എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ആദില ഇങ്ങനെ ഇത്രയും ഒരു ഇതായി പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറാടെ കൂടെ ഇത് ഡിസ്കസ് ചെയ്ത് ഗെയിം പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കളിക്കുന്നതുകൊണ്ടാണ് ഈ ആദില ഇത്രയും ഇതായി പോകുന്നത്. നേരെ മറിച്ച് ഒറ്റയ്ക്ക് കളിക്കുവാണെങ്കിൽ ഇത്രയും അഹങ്കാരം ഈ ഒരു സാധനത്തിന് വരത്തില്ല. ഒറ്റയ്ക്ക് കളിക്കുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒന്ന് അഹങ്കാരം കുറയും. ഇതിപ്പം
ഒരു ടെൻഷനും ഇല്ലല്ലോ, ഒരു ടെൻഷനും ഇല്ല, മറ്റുള്ള പ്രശ്നങ്ങളും ഇല്ല. എന്തെങ്കിലും ഇത് ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരെ നൂറായ വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കും. നാളത്തെ ഗെയിമിൻ്റെ പ്ലാൻ എന്തുവാണ്, മറ്റേത് എന്തുവാണ്, മറിച്ച് എന്തുവാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പുള്ളിക്കാരിക്ക് ടെൻഷൻ ഇല്ലാത്തത്. പക്ഷെ ഇത് ബിഗ് ബോസ് ഒരു താക്കീത് കൊടുക്കണം. ലാലട്ടൻ വരുന്ന എപ്പിസോഡിൽ ഉറപ്പായിട്ടും ഈ ഒരു താക്കീത് കൊടുക്കണം. കാരണം ഇവർ രണ്ടും രണ്ട് പ്ലെയറാണ്, രണ്ടും രണ്ട് വ്യക്തികളായിട്ടാണ് കളിക്കുന്നത്, ഒരാളല്ല. കയറിയപ്പോൾ ഒരാളാന്ന് പറഞ്ഞു, പിന്നെ ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തതാണ് രണ്ടും രണ്ട് പേരാണ്, അതുകൊണ്ട് ഇൻഡിവിജ്വലായിട്ട് കളിക്കും. ഇവിടെ എല്ലാത്തിലും ഇപ്പോൾ ഈ ടാസ്ക് കുളവാക്കാൻ വന്നപ്പം തന്നെ ഇവർ പ്ലാൻ ചെയ്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വന്നത് ഈ ടാസ്ക് കുളവാക്കിയത്. പക്ഷെ ഇതെന്തായാലും നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം വെറും അങ്ങേയറ്റത്തെ വെറുപ്പീരിലോട്ട് പോവാണ്. എന്തെങ്കിലും പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനല്ല. നോമിനേഷനിൽ ഇപ്പം ഷാനവാസ് അന്ന് പറഞ്ഞാണ്, അതിൽ അവിടെ ഇരുന്നിട്ട് എന്തോ അനീഷിനെ പറ്റിയിട്ട് എന്തോ പറഞ്ഞിട്ട് ഇതുപോലെ പറയുന്നുണ്ട്, ഞാനിനി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്നെ അടുത്ത വട്ടം വീണ്ടും എന്നെ നോമിനേഷനിൽ എന്നെ അനീഷ് പിടിച്ചിടൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഷാനവാസ് അവിടെ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തതാണ്. അത് ഇത്ര ഇതാക്കി എടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കുമ്പോൾ. അപ്പം ഓരോ ഗെയിമിൻ്റെ പ്ലാനുമായിട്ടും അതുപോലെ ഓരോ ടാസ്ക് ബേസിലൊക്കെ ചിലപ്പം ഓരോ ആൾക്കാരെ പെർഫോമൻസ് ശരിയല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിലിപ്പോൾ ഇത്രയും വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പം അനീഷ് എന്നെ നോമിനേറ്റ് ചെയ്യും, ഞാൻ ചിലപ്പോൾ അനീഷിനെ നോമിനേറ്റ് ചെയ്യും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നോമിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നോമിനേഷനുമായിട്ടും അത് ഇതിലോട്ട് പിടിച്ചിട്ട് ഇതിലിട്ട് എന്ത് കാര്യമാണോ ഉള്ളതെന്ന് ഷാനവാസ് ആദിലെടുത്ത് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഷാനവാസ് ഈ ആദില ഉണ്ടല്ലോ, ഇത് വൈരാഗ്യത്തോടെയാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. കാരണം നോമിനേഷൻ ഇപ്പം ഈ മുമ്പോട്ട് പോകും തോറും ഓരോ ആൾക്കാർ ഔട്ടായി പോകും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേറ്റ് ചെയ്തേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. അപ്പം ഓരോ ടാസ്കിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മോശം പ്രകടനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിലോ ഉറപ്പായിട്ടും ഫ്രണ്ട് ആണെങ്കിൽ തന്നെ നോമിനേറ്റ് ചെയ്തേ പറ്റൂ. ഇന്നലെ തന്നെ അനുമോൾക്ക് ഒരു ടാസ്ക് കിട്ടിയപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരി സത്യസന്ധമായിട്ടാണ് അവിടെ ആ ടാസ്ക് കളിച്ചത്. അവിടെ പുള്ളിക്കാരി ഫ്രണ്ട്ഷിപ്പ് നോക്കിയില്ല, മറ്റൊന്നും നോക്കിയില്ല, ഒന്നും നോക്കിയിട്ടില്ല. അവിടെ അനീഷിനെ സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തില്ല, ഈ പറയുന്ന ആദില നൂറായെ സപ്പോർട്ട് ചെയ്തില്ല. ഒരു മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാതെയാണ് ഇൻഡിവിജ്വലായിട്ട് ഒറ്റയ്ക്ക് നിന്ന് ആ കിട്ടിയ റോള് പക്കയായിട്ട് അനുമോള് നിലപാടിൽ നിന്ന് കളിച്ചത് അല്ലേ. അങ്ങനെ വേണം കളിക്കണ്ടേ. അത് രാവിലെ ഇന്ന് അനുമോള് ആദിലെടുത്ത് പറയുന്നുണ്ട്, ആദില നൂറയെടുത്തും. ഈ ആദില നൂറ എന്താണ് പറഞ്ഞു കൊടുത്തത്, നെവിനും അക്ബറും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഈ അവരെ പ്ലാൻ പൊളിക്കാൻ വേണ്ടിയിട്ട് ഈ നെവിൻ അക്ബറിന് ഫേവറിസം ചെയ്യുന്ന രീതിയിൽ കോയിനൊക്കെ കൊടുക്കാനുള്ള പ്ലാനിങ്ങൊക്കെ നടത്തുന്നുണ്ട്. അപ്പം നെവിൻ കുപ്പിയുമായിട്ട് വരുമ്പോഴത്തേക്ക് മാക്സിമം കുപ്പികളൊക്കെ റിജക്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഈ അനുവിൻ്റെ അടുത്ത് ഈ ആദിലെ രാവിലെ പറഞ്ഞ് പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ അനു എന്താണ് പറഞ്ഞത്, ബിഗ് ബോസ് തന്നൊരു ടാസ്ക്, ഒരു ക്യാരക്ടർ, അത് സത്യസന്ധതയോടുകൂടെ വ്യക്തമായിട്ട് ഞാനത് ചെയ്യും, അല്ലാതെ ഇതിനകത്തൊരു കള്ളക്കളിയും ഒരു പരിപാടിയും ഞാൻ കാണിക്കത്തില്ല. നിങ്ങളും അതുപോലെ വൃത്തിയായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ കുപ്പിയും ഞാൻ അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ റിജക്റ്റ് ചെയ്ത് കളയും. കാരണം ഇതിനകത്ത് കള്ളത്തരം കാണിച്ചിട്ട് എനിക്ക് ഒരു കാര്യം എനിക്ക് നേടാനില്ല എന്ന് അനുമോൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊരു ഗെയിമായിട്ട് എടുക്കുക, ടാസ്കിൽ കിട്ടുന്ന കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് ചെയ്യുക, ടാസ്ക് കുളവാക്കി കൈ ഓടിച്ച് മടക്കി കയ്യിൽ കൊടുക്കാതിരിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. കാരണം ഇപ്പം ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് ഈ അനീഷിനെ ചെന്ന് ചൊറിഞ്ഞ് ആ ടാസ്ക് കുളമാക്കാനാണ് ഈ ആദില നൂറെ നോക്കുന്നത്. പക്ഷെ അതൊക്കെ വളരെ മോശമാണ് കേട്ടോ. അപ്പം എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ആദില പുറത്തു വരേണ്ട ആളെയാണ്, അവിടെ നിന്ന് കളിക്കേണ്ട ആളെയല്ല. അപ്പം ഈ ഒരു ആദ്യമൊക്കെ നമുക്ക് ഇഷ്ടമായിരുന്നു ആദിലെ, ജനങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഈ രണ്ടുപേരെ. പക്ഷെ ഇപ്പോൾ വളരെ മോശമായിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. വെറുപ്പിച്ച് അങ്ങേ അറ്റമായി കഴിഞ്ഞു. അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പം